എറണാകുളം ഡോക്ടർ ഷെനൈസ് കേരളെ, ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആര്യ. മെലാസ്മ എന്നൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മെലാസ്മ? അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മെലാസ്മ എന്ന് വെച്ചാൽ നമ്മൾ കരിമംഗല്യം എന്ന് പറയും. ഇത് തവിട്ട് കളർ പാടുകളാണ് നമ്മുടെ ഇരുൾ കവിളത്ത് കാണാറുള്ളത്. ഇതല്ലാതെ തന്നെ നമ്മുടെ നെറ്റിയിലും മൂക്കിന്റെ പാലത്തും താടിമേലും ഒക്കെ കാണാറുണ്ട്. ഇത് കൂടുതലും വെയിൽ കാരണമാണ് വരുന്നത്. വെയിലിൽ അല്ലെങ്കിൽ സൂര്യത്തിന്റെ കിരണങ്ങൾ നമ്മുടെ മുഖത്ത് അടിക്കുമ്പം നമ്മുടെ ഈ അടിയിലത്തെ ലെയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ത്വക്കിന്റെ അടിയിലത്തെ ലെയേഴ്സിൽ കുറച്ച് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. ഇതിന്റെ പേരാണ് മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ മെലനോസൈറ്റ്സ് ഒത്തിരി ആയിട്ട് കൂടും, അത് ഇൻക്രീസ് ചെയ്യും നമ്പറിൽ. അപ്പോഴാണ് ഈ കരിമംഗല്യം പോലെ കാണുന്നത്. അപ്പം കൂടുതലും വെയിൽ അടിക്കുന്ന ആൾക്കാരിലാണ്. പിന്നെ പാരമ്പര്യമായിട്ടും കാണും. പിന്നെ ഹെവി കോസ്മെറ്റിക്സ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ പാടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ പോയി കടയിൽ പോയോ വല്ല ഫ്രണ്ട്സ് പറഞ്ഞോ ക്രീംസ് തേക്കുമ്പം അത് ഇങ്ങനത്തെ പാടുകൾ അല്ലെങ്കിൽ കരിമംഗല്യം പോലുള്ള പാടുകളായിട്ട് മാറാം. പിന്നെ ചില പ്രഗ്നൻസിയിലും നമുക്ക് ചില ലേഡീസിൽ ഇങ്ങനെ കരിമംഗല്യം പോലെ കാണാറുണ്ട്. അത് പക്ഷെ അത് പ്രഗ്നൻസി കഴിയുമ്പോൾ തോറും അത് കുറഞ്ഞു കിട്ടും. എന്റെ മുഖത്തൊരു കറുത്ത പാട് വന്നിട്ട് ഒരു 13 വയസ്സായപ്പോ വന്നതാണ്. ഇപ്പൊ എനിക്ക് 27 വയസ്സായി, ഇതുവരെ മാറിയില്ല. അപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞത് ലേസർ ചികിത്സ ചെയ്താലേ മാറുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അത് ചെയ്യാൻ നിന്നില്ല. അതൊരു അതിനെന്താ പോവാൻ വഴി മാറാൻ? അതിന് എന്തെങ്കിലും ക്രീംസോ ഓയിന്റ്മെന്റ്സോ എന്തെങ്കിലും യൂസ് ചെയ്തായിരുന്നോ? യൂസ് ചെയ്തായിരുന്നു, പക്ഷെ അതിലൊന്നും ഒരു കുറവുമില്ല. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം നമ്മൾ ഈ പിമ്പിൾസിൽ നിന്ന് വരുന്ന അല്ലാതെ വെയിൽ കൊണ്ട് വരുന്ന ഉള്ള കറുത്ത പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ കറുത്ത പാടുകൾ കുരുവായിട്ടാണോ ഇരിക്കുന്നത് അതോ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണോ? കറുത്ത പാട് വന്നിട്ട് അതിനകത്ത് തന്നെ ചെറിയ 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 കുത്തുകളുണ്ട്, കറുത്ത കുത്തുകളായിട്ടുണ്ട്. അതാ. അപ്പം ചിലപ്പം ഇതൊക്കെ ചിലപ്പം ക്രീംസ് കൊണ്ട് തന്നെ മാത്രം മാറില്ല. ഇതിന് പ്രൊസീജിയറായിട്ട് ചെയ്യേണ്ടി വരും. പ്രൊസീജിയർ ഓരോ കോസ്റ്റ് അനുസരിച്ച് ഓരോ തരം പ്രൊസീജിയർ ഉണ്ട്. ചിലപ്പം ലേസർ കൊണ്ട് മാത്രമേ കുറച്ചുകൂടെ നമ്മുടെ ഡീപ്പർ ലെയേഴ്സിൽ എന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രീംസ് കൊണ്ട് മാത്രം ആവുമ്പം സൂപ്പർഫിഷ്യൽ ലെയർ മാത്രമേ ട്രീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ചിലപ്പം പ്രൊസീജിയർ വൈസ് നമുക്ക് ചെയ്യേണ്ടി വരും. എന്താണ് ഇതിനൊക്കെയുള്ള ചികിത്സ? വരാതിരിക്കാനായി, മെലാസ്മ ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്യണം അതിനുവേണ്ടി? മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം വരാതിരിക്കാൻ ബേസിക് തിങ് എന്ന് വെച്ചാൽ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ പുറത്ത് പോകുന്നതിന് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് മുമ്പേ ഏതെങ്കിലും ഒരു SPF 30 ഓർ എബവ് ഉള്ള സൺസ്ക്രീൻ ഇടണം. ആൻഡ് എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും അത് റീഅപ്ലൈ ചെയ്യണം. പിന്നെ ഇതല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ്, തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ കാരണം ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും കരിമംഗല്യം വരും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് അത് ഡോക്ടറിനെ കണ്ട് കറക്റ്റ് ചെയ്യണം. ഇതല്ലാതെ നമ്മൾ ഹെവി കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം. ഓയിൽ ബേസ്ഡ് കോസ്മെറ്റിക്സും ചില കോസ്മെറ്റിക്സ് ഇങ്ങനെ കരിമംഗല്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം നോക്കാൻ. അപ്പം നമ്മൾ സാധാരണ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ അവർ നമ്മളെ ഈ ഇഷ്യൂസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ എന്താന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ തന്നെ നമുക്ക് പുരട്ടാനുള്ള ക്രീംസ് അവർ തരും ഈ പാടുകൾ കുറയാൻ. ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. കെമിക്കൽ പീൽ എന്ന് പറഞ്ഞ പ്രൊസീജിയർ അല്ലെങ്കിൽ ലേസേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം, അല്ലെങ്കിൽ ഇപ്പം മെഡിഫേഷ്യൽസ് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ പലതരം പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിന്റെ പാടിന്റെ സിവിയറിറ്റി കുറയ്ക്കാൻ വേണ്ടി. ഡോക്ടർ, ഇപ്പോൾ കെമിക്കൽ പീലിനെ കുറിച്ച് സൂചിപ്പിച്ചു, അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? പണ്ട് കാലം തൊട്ട് നമ്മൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനും നിറം വെക്കാനുമായിട്ട് കുറെ പഴങ്ങളിൽ നിന്നും ചീഞ്ഞ പാലിൽ നിന്നും ഒക്കെ പാൽപ്പാടയെന്നൊക്കെ നമ്മൾ മുഖത്തൊക്കെ തേക്കാറുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഒരു മൈൽഡ് ഫോം ഓഫ് ആസിഡ് ആണ് ഉള്ളത്. അപ്പോൾ ആ സെയിമിലർ പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ഉള്ള പഴങ്ങളിൽ നിന്ന് ഡിറൈവ് ചെയ്തത് ആസിഡാണ്. ഇത് നമ്മൾ മുഖത്ത് തേക്കുന്നത്. ഇത് പല യൂസുകളുണ്ട് ഇതിന്. ബേസിക്കലി നമുക്ക് പിമ്പിൾസിനായിട്ട് യൂസ് ചെയ്യാം, പിമ്പിൾസിൽ നിന്ന് വരുന്ന പാടുകൾക്കായിട്ട് യൂസ് ചെയ്യാം, കരിമംഗല്യത്തിന് യൂസ് ചെയ്യാം, അല്ലാതെ തരം പാടുകൾക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതിനൊക്കെ പിന്നെ
പൊതുവെ മുഖത്ത് ഒരു റീജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ടോണോ നിറം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.